ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇതായിരിക്കുന്നത് ചട്ടി ബിരിയാണിയാണ് കേട്ടോ. ചട്ടിച്ചോറെന്നൊക്കെ പറഞ്ഞ് ഞാൻ കഴിച്ചിട്ടുണ്ട്, എന്നാലും ചട്ടി ബിരിയാണി ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ചട്ടി ബിരിയാണിയിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ പപ്പടം, സാലഡ്, പിക്കിള്, ചിക്കൻ ഫ്രൈ, പിന്നെ നമ്മുടെ മസാല ഇതിനടിയിലുണ്ട് കേട്ടോ. മസാലയും കൂടെയാണുള്ളത് ഗൈസ്. അപ്പം രക്ഷയില്ല, ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ. രക്ഷയില്ല ഗൈസ്. അപ്പം അടിപൊളിയാണ്, വെറൈറ്റി ഐറ്റം തന്നെയുള്ളത്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം 2 ചിക്കൻ ഉണ്ട്, പിന്നെ ഇതുപോലെ പപ്പടവും ചോറും പിന്നെ നമ്മുടെ ഈ ചല്ലാസും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ ഒരു പിടി പിടിച്ച് ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ ഫ്രൈയും കൂടെ ഒന്ന് കഴിക്കാം. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഇങ്ങനെ ട്രൈ ചെയ്ത് കഴിക്കണം. ഞാനിത് പുറത്ത് പോയൊന്നും കഴിച്ചില്ല ഗൈസ്, ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഇങ്ങനെ ചട്ടി ബിരിയാണി കഴിക്കണമെന്നൊരു ആഗ്രഹം. പുറത്ത് പോയിട്ട് കഴിക്കാനൊന്നും ഇപ്പം നമുക്ക് കഴിയില്ല. അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല. ഇതുപോലത്തെ ഒരു ചട്ടിപ്പാത്രം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അതിൽ കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ സെറ്റ് ചെയ്തതാട്ടോ ഇത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ കഴിച്ച് നോക്കുക കേട്ടോ. അത്യാവശ്യം നല്ലപോലെ നമുക്ക് കഴിക്കാം. ഞാൻ ആദ്യം കുറച്ച് റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെ ഗ്രേവിയും ചിക്കൻ കറിയും കൂടെ ആയിട്ട് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് സെറ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഇതുപോലെ സാലഡ്, കഷ്ണം ചിക്കൻ ഫ്രൈ, ഇതുപോലെ നമ്മുടെ മുളകിൽ വറുത്ത പപ്പടം ഉണ്ടായിരുന്നു, അല്ലാത്ത നമ്മുടെ സാധാ വറുത്തെടുക്കുന്ന പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ അത് ഇതുപോലെ പിക്കിളും. പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്, അടിപൊളി ടേസ്റ്റ്, ഒരു രക്ഷയില്ല. അപ്പോൾ വീട്ടിൽ ബിരിയാണി വെക്കുന്നവർ തീർച്ചയായിട്ടും ചട്ടി ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സത്യത്തിൽ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നേരത്തെ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ ഇതുപോലെ നിങ്ങളൊന്ന് കാണിക്കണമെന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ബിരിയാണി വീട്ടിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ഐറ്റം കൂടിയാണ് ചട്ടി ബിരിയാണി. സോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഒപ്പം സബ്സ്ക്രൈബും പിന്നെ നമ്മുടെ വീഡിയോസ് ൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ഞെക്കിയേക്കണം കേട്ടോ. സോ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫുഡ് കേട്ടോ ബിരിയാണി. നിങ്ങൾക്കും കമൻറ്റ് ചെയ്യട്ടോ.